നമ്മുടെ ഗാന ശുശ്രൂഷയുടെ ആരംഭിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും വലുതും അമൂല്യമായ അമ്മയുടെ സ്നേഹമാണ്. നാം കുഞ്ഞുനാളിൽ നന്നായി ഉറങ്ങിയത് അമ്മയുടെ കാലവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. സമാധാനം ഉറങ്ങാൻ കഴിഞ്ഞത് ആ ഒരു തണലാണ്. അമ്മയെപ്പോലെ നമ്മെ സ്നേഹിക്കുന്ന, താഴ്ന്നിരിക്കുന്ന, കഷ്ടങ്ങൾ ഏഴുവരുമ്പോൾ നമുക്ക് നില തുണയായി ഘോരമായ വിശാലൻ നടുവിൽ നമുക്ക് ശത്രുക്കളുടെ മുന്നിൽ മേശ ഒരുക്കുന്ന, നമ്മെ സഹായിക്കുന്ന, ഭാരത്തിൽ വലഞ്ഞിടുമ്പോൾ തീരാരോഗത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ നാം ഈ സമയത്ത് ഓർക്കാം. ആദ്യഗാനം നമ്മൾ പാടുന്നു. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിൽ ഉന്നതനെ എന്ന് ആരംഭിക്കുന്ന ഗാനം. കൺവെൻഷൻ 39-ാമത്തെ പാഠം. കൺവെൻഷൻ ഗീതങ്ങളുടെ 3-ാമത്തെ പാട്ട് വലിയ വരാതെ ചെറിയ എല്ലാവർക്കും കരകടിച്ച് പാടാം.
അമൂല്യമായതും അമ്മയുടെ സ്നേഹമാണ്. നാം കുഞ്ഞുകാലങ്ങളിൽ നന്നായി ഇറങ്ങിയത് അമ്മ താലോചിച്ചത് മാത്രമാണ്. അമ്മയുടെ സ്നേഹവും ലാളനയും അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നു പോകുന്നത്. അമ്മയെ പോലെ തന്നെ സ്നേഹിക്കുന്ന, താലോലിക്കുന്ന, കഷ്ടങ്ങൾ ഏറുവരുമ്പോൾ നമുക്ക് നല്ല തുണയായി ഘോരനായ പിശാചിന്റെ നടുവിൽ നമുക്ക് ശത്രുവിന് മുന്നിൽ മേശയൊരുക്കി നമ്മെ സഹായിക്കുന്ന, ഭാരത്തിൽ നമ്മൾ വലതുമ്പോൾ, തീരാ രോഗത്താൽ നാം പ്രയാസപ്പെടുമ്പോൾ തന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗമ്യം എന്ന കർത്താവിനെ പാടി സ്തുതിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ എന്ന ഗാനം പാടുമ്പോൾ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. Bye.
ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്നത് കർത്താവിന്റെ മടങ്ങിവരവാണ്. അതിന് കാരണം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും ശോധനകളും വേദനകളും കണ്ണുനീരും ദുഃഖവും ഒക്കെയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിനൊക്കെ ഒരു അവസാനം വേണമെങ്കിൽ കർത്താവിന്റെ വരവ് ചിന്താപേക്ഷമാണ്. ഞാൻ നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി എന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം ഈ സമയത്ത് നമുക്ക് ഓർക്കാം. കണ്ണുചെയ്യുന്ന 68-ാമത്തെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വരവിൽ നമ്മെ ഒരുക്കട്ടെ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ 3 വർഷക്കാലം അവർ കർത്താവിനെ കൂടെ ജീവിച്ചപ്പോൾ വളരെ സന്തോഷമുള്ള ജീവിതം അവർക്ക് നിർവഹിക്കുവാൻ സാധിച്ചു. എന്നാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അവർ അനുഭവിക്കുവാൻ ഇടയായി. കർത്താവ് അവരോട് ഞാൻ നിങ്ങളുടെ വെട്ടിലിഞ്ഞ് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിരാശരായ ശിഷ്യന്മാരുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോകുന്നത് ശരിയാണെങ്കിലും പശുമാനം താൻ നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് കടപ്പെടും. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും അതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും പാടാം. കൺഷെയ്യുന്ന 53-ാമത്തെ പാട്ട്.
എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് കൈയടിച്ച് ഈ ഗാനം പാടാം. കൺവെൻഷൻ ഗീതങ്ങൾ 53-ാമത്തെ പാഠം ശുദ്ധാത്മാവിനുള്ളിൽ വാസം ചെയ്യണമെന്ന് ആരംഭിക്കുന്നു. Amen.
ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും പാടാം. മനസ്സൊരുക്കുക നാം ഒരുക്കുന്നതിനായി. ക്രിസ്തീയ ഗീതങ്ങൾ 139 പാട്ട് 139. പ്രിയേക ദൈവത്തിന് സ്തുതി. വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. സെന്റ് തോമസ് മാർത്തോമ ഇടവക ബ്രിസ്റ്റൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഇടവകയുടെ ആനുവൽ കൺവെൻഷനിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. For our meditation, we have selected from the book of Genesis, chapter 28, verses 10 to 22. Genesis 28, 10 to 22. I am focusing on verse 18 and 19. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായി. So early in the morning, Jacob took that stone that he had put under his head and set up for a pillar and poured oil on the top of it. He called the name of that place Bethel, but the name of the city was Luz at the site, at the first. പ്രാർത്ഥിക്കാം. നമുക്ക് തിരുവചന കേൾവിക്കായിട്ട് അടുത്ത് വരുമ്പോൾ, കർത്താവേ, ഒരു രൂപാന്തരത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. Father Lord, we seek a journey of transformation. Kindle, give us, impart a spirit of transformation within us. കർത്താവേ, രൂപാന്തരത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, രൂപാന്തരത്തിന് വേണ്ടിയുള്ള ഒരു വാഞ്ച, രൂപാന്തരത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം. Prepare our hearts to receive the word of God. Prepare our minds to focus on the word of God. Prepare our life to be obedient to the word of Lord, and
to translate these ideas into practice. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തിരുവചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതൊരു ഹിയറിംഗ് മാത്രമായി തീരാതെ കർത്താവെ, ഇതിന് ആവിഷ്കാരങ്ങൾ ഉണ്ടാകുവാൻ, ഇതിന് ആർട്ടിക്കുലേഷൻസ് ഉണ്ടാകുവാൻ, കർത്താവെ, ഇതിന് റെലവൻസ് ഉണ്ടാകുവാൻ, ഇതിന് ലൈഫ് ഉണ്ടാകുവാൻ, ഈ വചനം ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now am found. Was blind, but now I see. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ജീവിതത്തിന്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ഇടവകയ്ക്ക് ഒരു പുതിയ ദിശാബോധം ലഭിക്കുവാൻ തക്കവണ്ണം, കർത്താവെ, ഒരു പുതിയ രൂപാന്തരം നൽകുവാൻ തക്കവണ്ണം, ഒരു പരിവർത്തനം ലഭിപ്പാൻ തക്കവണ്ണം കർത്താവെ, നീ ഞങ്ങളുടെ മനസ്സുകളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന ഈ ഇടത്തിൽ കർത്താവ്, നീ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് നീ അവിടുന്ന് ശക്തമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ഹൃദയങ്ങളിലും കർത്താവ് കൃത്യമായി ഓരോരോ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ കർത്താവ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് അവരുടെ മേൽ ഇടപെടുകയും, കർത്താവ്, ഇന്ന് രാത്രി ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറുവാൻ, ഇത് സമർപ്പണത്തിന്റെ രാത്രിയായി മാറുവാൻ, ഇത് രൂപാന്തരത്തിന്റെ രാത്രിയായി മാറുവാൻ കർത്താവ്, നീ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അവിടുത്തെ അഭിഷിക്തന്മാരെ നീ അവിടുന്ന് വാഴ്ത്തണമേ. അവിടുത്തെ ഗായകരെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ചുമതലക്കാരെ അവിടുന്ന് വാഴ്ത്തണമേ. ഇടവക ജനങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തിരുവചനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ, തിരുവചനത്താൽ സമ്പന്നരായി തീരുവാൻ തക്കവണ്ണം കർത്താവ്, ഈ ഇടവകയെ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ ഈ 3 ദിവസങ്ങളിലും ഞാൻ ആഗ്രഹിക്കുന്നത്, മുമ്പ് പറഞ്ഞതുപോലെ, ജേർണി ടുവേർഡ്സ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിലേക്കുള്ള ഒരു യാത്ര എന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ, സോ 1 തീം 3 സബ് തീംസ്. നമ്മൾ എടുക്കുന്ന ഈ പാസേജ് 3 യാക്കോബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ്. ഒരു തരത്തിൽ ഈ കൺവെൻഷന് ജേക്കബ്സ് കൺവെൻഷൻ എന്ന് വേണമെങ്കിലും പറയാം. കാരണം നമ്മൾ 3 സെഷൻസിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് the life, the story and the transformation of the patriarch Jacob. തിരുവചനത്തിന്റെ പ്രാരംഭ ബുക്കായ, പുസ്തകമായ ജെനസിസിലെ ഒരു വിശ്വാസ സ്തൂപമായ യാക്കോബിന്റെ ജീവിതവും യാത്രകളും ചരിത്രവും രൂപാന്തരവും നമ്മൾക്ക് ഈ 3 ദിവസങ്ങളിൽ ധ്യാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സ്കെഡ്യൂളിലായിരിക്കും നമ്മുടെ അടുത്ത 3 ദിവസങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടുള്ള തിരുവചന ധ്യാനങ്ങൾ ക്രമീകരിക്കുന്നത് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു, സൈക്ലോൺ ആയിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ അതിനേക്കാളുപരിയായിട്ട് ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ എക്സാം ഒക്കെ ഉള്ള സമയത്ത് ഇത്രയും ആളുകൾ വളരെ ക്ഷമയോടുകൂടെ ഈ ശുശ്രൂഷയിലായിരിക്കുന്നതിലും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ പാടിയ പാട്ട്, അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ wretch like me. ഇതുപോലെ പാപിയായിരുന്ന, ഇതുപോലെ അരിഷ്ടനായിരുന്ന ഒരു മനുഷ്യനെ വിടുവിച്ച കർത്താവ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഈ പാട്ട് എഴുതിയത് ഒരു ബ്രിട്ടീഷുകാരനാണ്. ഈ രാജ്യത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്, ഒരു ഭക്തനായിട്ടുള്ള ഒരു അച്ഛനാണ്, ജോൺ ന്യൂട്ടൺ. അദ്ദേഹത്തിന്റെ ഒരു സംഭവ
കഥ ഒന്ന് പറഞ്ഞിട്ട് ഈ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കും. ഹി ഈസ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി, വെരി മച്ച് ബിബ്ലിക്കൽ ഫാമിലി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, വളരെയധികം വേദപുസ്തകത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ 7 വയസ്സുള്ളപ്പോൾ തന്റെ മാതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. അതിനുശേഷം തന്റെ കുടുംബാംഗങ്ങൾ പല വീടുകളിൽ അദ്ദേഹം താമസിക്കേണ്ട അവസ്ഥ വന്നു. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഹാർഡ്ഷിപ്സ്, അവിടെയൊക്കെ ഉണ്ടായിരുന്ന ബിറ്റർനെസ് അദ്ദേഹത്തെ ക്രിസ്തുവിന്റെ വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നതിന് പകരം ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം കുറച്ചുകൂടെ ആകൃഷ്ടനായി മാറി. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ യാത്രകൾ വല്ലാതെ താളഭ്രമങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിന്റെ യാത്രകൾ വല്ലാതെ ഡീറെയിൽഡായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ തന്നെ എഴുത്തുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുമിച്ചിരുന്ന് മദ്യപാനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് ഞാനാണ് എന്ന് അഭിമാനിക്കാൻ വരെ ഉള്ള ഒരു തലമുണ്ടായി. അദ്ദേഹം ബ്രിട്ടീഷ് നേവിയിൽ ചേർന്നു. അതിനുശേഷം അവിടെയും അദ്ദേഹം വളരെ ഒരു ഹാർട്ട് ആയി പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം സ്ലേവ് ട്രേഡിൽ എൻഗേജ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹം ലിവർപൂളിൽ താമസിച്ചു. ആ സമയത്ത് നമുക്കറിയാം, ലിവർപൂൾ അന്നേരത്തെ ഒരു സ്ലേവ് ട്രേഡിന്റെ ഒരു പോർട്ട് അവിടെ ഉണ്ടായിരുന്ന ഹബ്ബായിരുന്നു 18th സെഞ്ചുറി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പോക്ക് വളരെ വളരെ മോശമായപ്പോൾ ഹി എൻഡഡ് അപ്പ് ആസ് എ സ്ലേവ്. ജീവിതത്തിൽ തകരാവുന്നതിന്റെ മാക്സിമം ഓർക്കണം. ഹി ഈസ് ബോൺ ഇൻ എ വെരി വെരി സ്ട്രോങ് ക്രിസ്ത്യൻ ഫൗണ്ടേഷണൽ ഫാമിലി. എന്നാൽ ജീവിതത്തിന്റെ യാത്രകളിൽ അദ്ദേഹം ദൂരെ 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 മാറിപ്പോയപ്പോൾ നഷ്ടപ്പെട്ടവനായി, ഒരു പാപിയായി, അരിഷ്ടനായി ജീവിതം മാറിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സെയിലിംഗിൽ അദ്ദേഹം മരണം മുഖാമുഖം കാണുകയാണ്. ഹി വാസ് ഗോയിങ് ടു സിങ്ക് ആൻഡ് ഹി വാസ് ഗോയിങ് ടു ഡൈ. ആ സമയത്ത് ആ തണുത്തുറച്ച കടലിൽ അദ്ദേഹം ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഓ ഗോഡ്, സേവ് മീ ദ സിന്നർ. ഐ ആം ദ മോസ്റ്റ് സിന്നർ. ഞാനാണ് ഐ ആം ദ ബിഗ് സിന്നർ. ഞാനൊരു വലിയ സിന്നറാണ്, ഞാനൊരു വലിയ പാപിയാണ്, നീ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോൺ ന്യൂട്ടൺ പറഞ്ഞു, ദാറ്റ് ഡേ ഐ എൻകൗണ്ടേർഡ് ദ ലോർഡ്. ഓൺ ദാറ്റ് നൈറ്റ് ഐ എൻകൗണ്ടേർഡ് the Lord. And that is the context in which he wrote the song, Amazing Grace, how sweet the sound. The amazing grace redeemed me. The amazing grace restored me. That grace found me. ആ വലിയ അപരിമേയമായ കൃപയാണ് എന്നെ കണ്ടത്. ജോൺ ന്യൂട്ടൺ എന്ന ഈ മനുഷ്യനെ കണ്ടെത്തിയത് ആ അപരിമേയമായ അവർണ്ണനീയമായിട്ടുള്ള ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എ ഡിവൈൻ എൻകൗണ്ടർ ദാറ്റ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. എ ഡിവൈൻ എൻകൗണ്ടർ ദാറ്റ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവ അഭിമുഖീകരണം. എ മീറ്റിംഗ് വിത്ത് ദ ലോർഡ്. എ മീറ്റിംഗ് വിത്ത് ദ ലോർഡ്, വൺ ഓൺ വൺ, ഫേസ് ടു ഫേസ്. That leads to transformation. രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു അഭിമുഖീകരണം, ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. നമുക്കറിയാം, യാക്കോബ് ഒരു യാത്രയിലാണ്. എന്നാൽ ഈ യാത്ര അത്ര രസകരമായ യാത്രയല്ല, അത്ര സുഖകരമായ യാത്രയിലല്ല. ഈ യാത്ര വീട് വിട്ട് ഓടിപ്പോകുന്ന യാത്രയാണ്. ജേക്കബ് ഈസ് എ ഫുജിറ്റീവ്. Jacob is a wanderer and he is fleeing away. He is running away from his home. ജീവിതത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ് അദ്ദേഹം. ജീവിതത്തിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ്.
എങ്ങോട്ട് എന്ന് കൃത്യമായി അറിയാമെങ്കിലും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അനുഭവങ്ങളും, എല്ലാ സംരക്ഷണങ്ങളും, എല്ലാ സ്നേഹത്തിന്റെ വലയം, സംരക്ഷണത്തിന്റെ വലയം, അതെല്ലാം വിട്ടിട്ട് യാക്കോബ് ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, യാക്കോബ് എന്തുകൊണ്ടാണ് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്? വാട്ട് ലെഡ് ജേക്കബ് ടു ലീവ് ദ ഹോം? വാട്ട് ലെഡ് ജേക്കബ് ടു ലീവ് ദ ഹോം? മാത്രമല്ല, അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട്. മക്കളെ, please travel along with me. Genesis 28 verse 11. It says like this, and he came to a certain place and stayed there that night because the sun had set. സൂര്യൻ അസ്തമിക്കൊണ്ട്, സൺസെറ്റ്. ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, എവറി സൺസെറ്റ് ഈസ് an opportunity to reset your life. Every sunset is an opportunity to reset your life. എല്ലാ സൂര്യ അസ്തമയങ്ങളും ജീവിതത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു പുത്തൻ അവസരമാണ്. എല്ലാ സൂര്യാസ്തമയങ്ങളും ജീവിതത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു പുത്തൻ അവസരമാണ്. നമുക്കറിയാം, ഇസഹാക്കിന് 2 മക്കൾ, ഇരട്ടക്കുട്ടികൾ, ട്വിൻ ബ്രദേഴ്സ്. ജേക്കബ് എന്ന പേര്, നമ്മൾ എല്ലാവരും ജേക്കബ് എന്ന പേര് വിളിക്കുമ്പോൾ കുറച്ച് അഭിമാനം ഉണ്ടെങ്കിലും ഈ ജേക്കബ് എന്ന പേര് വന്ന വഴിയും അതിന്റെ അർത്ഥവും കേട്ടാൽ നമ്മൾ പേരൊന്ന് മാറ്റും. ഇവിടെ ജേക്കബ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം, ഞാൻ 2 ദിവസം കൂടെ ഇവിടെ നിന്നോളാം എങ്ങനെങ്കിലും കൊണ്ടോ. അതെ, യാക്കോബ് ജനിച്ചു വന്ന രീതി, പിറന്ന രീതി, അച്ഛൻ ഇവിടെ ഡെലിവറി പെയിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിറന്നു വന്ന രീതി, പിറന്നപ്പോൾ തന്നെ തൻ്റെ ജ്യേഷ്ഠന്റെ കാല് പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. പിറന്നപ്പോൾ തന്നെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇൻ ജെനസിസ് 25 is written, ഉദരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും മല്ലിടുകയായിരുന്നു. They were wrestling with each other even at the womb. ഉദരത്തിൽ തന്നെ അവർ മല്ലിടുകയാണ്. വെളിയിൽ വന്നപ്പോൾ ഒരു മൈന്യൂട്ട് സെക്കൻഡിന് വ്യത്യാസത്തിലാണ് വെളി വന്നത്. പക്ഷേ വന്നപ്പോൾ ചേട്ടന്റെ കാല് പിടിച്ചോണ്ട്, കാല് വാരിക്കൊണ്ട്, അതുകൊണ്ട് ഗ്രാബിംഗ് ദ ഹീൽ, ഗ്രാബിംഗ് ദ ഹീൽ. ഹി ഈസ് എ ഗ്രാബർ. ജേക്കബ് എന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു ഗ്രാബ്സ് ദ ഹീൽ, കാല് പിടിച്ച് വലിക്കുന്നവൻ. ആ അർത്ഥത്തിലാണ് വേദോസ്, ഞാനിട്ട അർത്ഥമല്ല, വേദോസ് എഴുതിയിട്ടുണ്ട്, 25 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വൺ ഹു ഗ്രാബ്സ് ദ ഹീൽ. അതുകൊണ്ട് ഗ്രാബിംഗ് ദ ഹീൽ എന്ന വാക്ക് ഒരു എബ്രായ അർത്ഥത്തിൽ, ഇൻ എ ഹീബ്രു ടേം, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡിസെപ്റ്റീവ് ക്യാരക്ടർ that shows your cunningness, that shows your deceit, that shows the mind of deception. Many commentators says that name can be interpreted as a deceptor, as a traitor, as a person who knows to manipulate things and person. ജീവിതത്തിന്റെ അനുഭവങ്ങളും വ്യക്തികളെയും ചൂഷണം ചെയ്യുവാൻ തക്കവണ്ണം ചാതുര്യമുള്ള, വൈദഗ്ധ്യമുള്ള ഒരു മനുഷ്യൻ. എന്നാൽ 2 തവണ തൻ്റെ ജ്യേഷ്ഠനെ കളിപ്പിക്കുകയും തൻ്റെ പിതാവിനെ കളിപ്പിക്കുകയും ചെയ്തപ്പോൾ he was running for his life. ജീവിതത്തിന് വേണ്ടി ഓടേണ്ട വന്നു. he was running for his life. ഓടി ഇവിടെ എഴുതിയിരിക്കുന്നു, ബർശേബയിൽ നിന്നും കനാൻ ദേശത്തെ തന്റെ അങ്കിളിന്റെ വീട്ടിൽ, അമ്മയുടെ ബ്രദർ റാഹേലിന്റെ ബ്രദർ ലാബാന്റെ വീട്ടിൽ, ബർശേബയിൽ നിന്നും കനാൻ ദേശത്തെ പദൻ ആരാമിലെ ഹാരാനിലേക്കുള്ള യാത്ര, ഓൾമോസ്റ്റ് 500 മൈൽസ് ജേർണി, 5000 മൈൽ യാത്ര. അതിൽ when he crossed almost 50 miles, 50 മൈൽ കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തി സന്ധ്യയായപ്പോൾ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായി പോകുന്നത്. അതിനും വേദപുസ്തകം പറയുന്നു,
he reached to a certain place. Let me ask you, my dear friends, what is the name of that place? What is the name of that place? Bible is very descriptive and clear in saying that land has no name. He has landed in a no man's land. ഒരു പേരുമില്ലാത്ത, ഒരു മേൽവിലാസവുമില്ലാത്ത, പ്രത്യേകിച്ചൊന്നും പറയാൻ യാതൊരു വിശേഷണങ്ങളുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് യാക്കോബ് വന്ന് തന്റെ തല ചായ്ച്ചു. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു. കർത്താവിൽ പ്രിയരെ, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് യാക്കോബ്. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. യേശാവ് ഓരോ ദിവസത്തെ ആഹാരത്തിന് വേണ്ടിയും വെളിയിൽ പോയി കഷ്ടപ്പെടുമ്പോൾ യാക്കോബ് വീട്ടിൽ സന്തോഷത്തോടുകൂടെ സുഖത്തിൽ ജീവിക്കുന്നവനാണ്. വീടിന്റെ കംഫർട്ട്, അപ്പന്റെ അമ്മയുടെ സ്നേഹം, പ്രത്യേകിച്ച് അമ്മയുടെ സ്പെഷ്യൽ ലവ്, അമ്മയുടെ സ്പെഷ്യൽ പ്രിവിലേജ്, എല്ലാം ആ വീടിന്റെ കംഫർട്ട്, ആ ഫാമിലി ഒരുക്കിയ, ആ ഹോം ഒരുക്കിയ എല്ലാ പ്രിവിലേജസും അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എൻജോയ് ചെയ്ത മനുഷ്യനാണ് യാക്കോബ്. എന്നാൽ ഇന്ന് രാത്രിയിൽ അദ്ദേഹം പേരില്ലാത്തവനായി നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അദ്ദേഹം പേരില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഊന്നുവടി മാത്രം, I had a staff, only a staff. ഒരു വടി മാത്രം കൊണ്ട് ആരംഭിച്ച യാത്രയാണ് ഈ യാത്ര. ഇന്ന് ഈ പേരില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്റെ കയ്യിൽ ഒന്നുമില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം വിട്ടിട്ട് ഇറങ്ങിപ്പോകേണ്ട, ജീവനും കൊണ്ട് ഓടേണ്ട വന്ന ഒരു അനുഭവത്തിൽ യാക്കോബ് ആയിരിക്കുകയാണ്. ഇൻ എ സൺസെറ്റ്, ഒരു സൂര്യാസ്തമയ സമയത്ത് യാക്കോബ് വന്നു നിൽക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, if you are going through this sunset experience, this message is for you. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനയിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷനിലൂടെ, if you feel that you are running away from the focus of your life, if you feel that somehow you got derailed intentionally or unintentionally, if you feel that you are slowly alienating yourself from the focus of the Lord, if you feel that you are moving from the targets of your life, if you feel that you are moving from the anointing of the Lord, from the commissioning of the Lord, from the very purpose of the Lord, this message is for you. കാരണം എന്നറിയോ, ഈ പേരില്ലാത്ത സ്ഥലത്ത് യാക്കോബിനെ ദൈവം കൊണ്ടുവന്നപ്പോൾ ഒരു ഡാർക്കാണ്, ഒരു ഇരുട്ടാണ്, അന്ധകാരമാണ്. God was setting himself a stage for a divine encounter. God was setting a stage for himself, for Jacob, for a divine encounter. ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും, നിങ്ങൾ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ, വേദനകളിലൂടെ, രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ജീവിതത്തിന്റെ ഒരു കംഫർട്ട്സിൽ നിന്നൊക്കെ വെളിയിൽ നിന്ന് നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു തോന്നുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോട് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God was placing himself, setting a stage to meet Jacob. യാക്കോബിനെ കാണാനായി ഒരുങ്ങുകയാണ്. കർത്താവിൽ പ്രിയരെ, വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ ധാരാളം കാണാനുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. പൊട്ടക്കിണറ്റിൽ ജോസഫിനെ എറിഞ്ഞു കളഞ്ഞപ്പോൾ ഒരു സിംഹാസനം ജോസഫിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. മോശ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയാണ്. എന്നാൽ അലഞ്ഞു നടന്ന മോശ അലഞ്ഞു നടന്നപ്പോൾ അവനെ ഒരു വലിയ റെഡീമറാക്കി, ഒരു രാജ്യത്തിന്റെ, ഒരു നേഷന്റെ റെഡീമറാക്കി മോശയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിനെ ക്രൂശിൽ തറച്ച് ചൂമ്പിൽ കൊണ്ടിട്ടപ്പോൾ, കല്ലറയിൽ കൊണ്ടിട്ടപ്പോൾ, God was preparing a resurrection for him.
കർത്താവിന് വേണ്ടി ഒരു ഉയർപ്പ് ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ദ സൺസെറ്റ് എക്സ്പീരിയൻസ്, ഡോണ്ട് കഴ്സ് ഇറ്റ്, ഡോണ്ട് ബ്ലെയിം ഇറ്റ്, ഡോണ്ട് ഡിസോൺ ഇറ്റ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ പരാതി പറയരുത്, ഓടിപ്പോകാൻ ശ്രമിക്കരുത്, ഇത് നിങ്ങൾ അബദ്ധത്തിൽ സംഭവിച്ചു എന്ന് പറയരുത്. God is setting a stage for you. God is setting a stage so that he can have a one-on-one, face-to-face conversation with you. ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിൽ ഒരു പുതിയ തരത്തിലുള്ള ഒരു സംഭാഷണത്തിനായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Are you ready for it? നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. നമ്മൾ പലപ്പോഴും സൈജാൻ പറഞ്ഞ പോലെ വേണ്ട രീതിയിൽ നമ്മൾ കേൾക്കാറില്ല, വേണ്ട രീതിയിൽ നമ്മൾ പറയാറില്ല. നമ്മൾ ഇങ്ങനെ ഒരു വഴുവഴുപ്പൻ മട്ടിൽ കേട്ടോ കേട്ടില്ലയോ കേട്ടില്ല എന്നുള്ള നിലയിൽ പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, അല്ലല്ല, അങ്ങനെ പറ്റില്ല. ഐ ഹാവ് എ സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. എനിക്ക് നിന്നോട് പ്രത്യേകമായി സംസാരിക്കാൻ ഉണ്ട്. Jacob felt that this is a breakdown experience for him, but God intended a breakthrough for him in that sunset. ആ അസ്തമയ സമയത്ത് യാക്കോബ് പറയുകയാണ്, സ്വന്തമായി പറയുകയാണ്, നഷ്ടപ്പെട്ടല്ലോ. It's a breakdown, it's a crash ending, it's a crash landing. എന്റെ ജീവിതം തരിശായി പോയല്ലോ. എന്നാൽ in that sunset God was preparing a breakthrough for Jacob. യാക്കോബിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം ദൈവം തമ്പുരാൻ അവന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ഇത്രയും നാളും വീട്ടിൽ സുഖലോലുപതയിൽ കഴിഞ്ഞ യാക്കോബ്, നമുക്ക് ചിന്തിക്കാം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഡള്ളപ്പ് മെത്തയിൽ കിടന്ന മനുഷ്യൻ, നല്ല ഡ്യൂറോഫ്ലെക്സിന്റെ പില്ലോയിൽ കിടന്ന യാക്കോബ് ഇപ്പോൾ കിടക്കുന്നത് ഒരു പരുവരുപ്പൻ കല്ലേൽ തലവണയായി വെച്ചിട്ട് തണുത്തുറച്ച മണ്ണിൽ കിടന്നുറങ്ങുമ്പോൾ യാക്കോബിനോട് ദൈവം പറയുന്നു, when you hit rock bottom, remember that rock might just be the very pillow God uses to show you heaven. നിങ്ങൾ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട് പരുവരുപ്പൻ കല്ലിൽ തലയണയായി വെച്ചിട്ട് നിൽക്കേണ്ട വരുന്ന ഒരു ഗതികേട് വന്നു എന്ന് തോന്നുന്നെങ്കിൽ ആ കല്ലിന്മേൽ നിന്നെ കിടത്തി ഒരു സ്വർഗത്തിന്റെ വർണ്ണ കാഴ്ച ഒരുക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാം. കർത്താവേ, ഞങ്ങൾ പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളെക്കാൾ മെച്ചമായി നീ അറിയുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നീ ആഗ്രഹിക്കുന്നതിൽ നിന്നും എവിടെങ്കിലും if we moved away from the purpose of the Lord, if we moved away from your commissioning for the Lord, when we hit the rock bottom, we know you can prepare that rock to see the heaven. സ്വർഗം കാണാൻ തക്കവണ്ണം ആ കല്ല്, തലയണയായി വെച്ച ആ കല്ല് നിനക്ക് മാറ്റി തീർക്കാൻ സാധിക്കും എന്ന് ഞാൻ അറിയുന്നു. കർത്താവിൽ പ്രിയരെ, അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം, ഏതെങ്കിലും തരത്തിൽ ഒരു സൺസെറ്റ് എക്സ്പീരിയൻസ്, ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ സൺസെറ്റ് എക്സ്പീരിയൻസ്, ഡോണ്ട് ബ്ലെയിം, ഡോണ്ട് കഴ്സ്, ഡോണ്ട് ഡിസോൺ, ബട്ട് ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് യുവർ ലൈഫ്. ജീവിതത്തെ പുനഃസ്ഥാപിക്കാനുള്ള അവസരം. 2, എ ജേർണി ടുവേർഡ്സ് ട്രാൻസ്ഫോർമേഷൻ എൻകൗണ്ടർ. ഈ എൻകൗണ്ടറിൽ ദൈവം തമ്പുരാൻ യാക്കോബിനോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, എ മൂവ്മെന്റ് ഫ്രം ടവർ സ്പിരിച്വാലിറ്റി ടു ലാഡർ സ്പിരിച്വാലിറ്റി. എ മൂവ്മെന്റ് ഫ്രം ടവർ സ്പിരിച്വാലിറ്റി ടു ലാഡർ സ്പിരിച്വാലിറ്റി. ഗോപുരത്തിന്റെ ആത്മീയതയിൽ നിന്നും കോവേണിയുടെ ആത്മീയതയിലേക്കുള്ള ഒരു മാറ്റം. എന്താണ് ഈ ഗോപുരത്തിന്റെ ആത്മീയത? എന്താണ് ഈ കോവേണിയുടെ ആത്മീയത? നമ്മൾ 12, നിങ്ങൾ ബൈബിൾ കയ്യിലുണ്ടല്ലോ അല്ലേ, അടച്ചു വെച്ചിട്ടില്ലല്ലോ അല്ലേ? 11-12 വാക്യം. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഇനിയാണ് കേൾക്കേണ്ടത്. 12, അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. അന്നേരം എ ലാഡർ സ്പിരിച്വാലിറ്റി. യാക്കോബിനോട് ദൈവം ആവശ്യപ്പെടുന്നത്, ജേക്കബ്,
you need to change your perspective of spirituality. നിന്റെ ആത്മീയതയുടെ ദിശ നീ ഒന്ന് മാറ്റേണ്ടിയിരിക്കും. Many a time I feel you belong to the tower spirituality. എന്താണ് ടവർ സ്പിരിച്വാലിറ്റി? ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്ന ഒരു വർഷിപ്പ് പാറ്റേൺ ഉണ്ട്. പീപ്പിൾ യൂസ് ടു മേക്ക് ടവർ that touches heaven so that they can climb up and they can make a shrine on the top of that tower and they can worship the Lord. And that kind of man-made tower seemed like mountain. ഒരു മല പോലെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതമായ ഈ ഗോപുരത്തിന് ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന പേര് സിഗററ്റ്സ് എന്നുള്ള ZIGGURATS സിഗററ്റ്സ്. അന്നേരം ഈ ഒരു ടവർ നമുക്ക് നൽകുന്ന ചില സൂചനകളുണ്ട്. I want to make a contrast between this tower and the ladder we see in Bethel. ഈ ടവർ നമ്മളെ കാണിക്കുന്നത് man makes a claim that by my innovation, by my discovery, by my finding, by my might and my possibilities, I can reach to heaven. ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് സ്വർഗത്തോളം എത്താനുള്ള കഴിവുണ്ട്. I can make the steps, I can arrange the bricks so that I can reach heaven. എനിക്ക് സ്വർഗത്തിൽ എത്താനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ബഥേൽ എന്നോട് പറയുന്നത് a God who is willing to come down from heaven. A God who is willing to come down from heaven. സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു പേരുമില്ലാത്ത, ഒരു സ്ഥലത്തിന് പോലും മേൽവിലാസമില്ലാത്ത തണുത്തുറഞ്ഞ രാത്രിയിൽ ഒരു കല്ല് തലയണയായി കിടന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ, ഐ എം ലോസ്റ്റ് എന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി സ്വർഗം തുറന്ന് ഒരു കോവേണിയിൽ ഇറങ്ങി വരുന്ന ദൈവദൂതൻ. That is the ladder spirituality. At Babel, man tried to go up to heaven. At Bethel, heaven came down to man. At Babel, man reached for glory. At Bethel, God reached for grace. Babel was man's construction, whereas Bethel was God's connection. ഇത് രണ്ട് സ്പിരിച്വാലിറ്റിയാണ്. ബാബേൽ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് അറിയാം, ബാബേൽ ഗോപുരം, ടവർ ഓഫ് ബാബേൽ. അവിടെ ഈ ടവർ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നറിയോ? ആർക്ക് പറയാം? ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാം? Let's make a name for ourselves. Let's make a name for ourselves. നമുക്ക് വേണ്ടി ഒരു പേരുണ്ടാക്കാം. കർത്താവിൽ പ്രിയരെ, നമ്മൾ ദേവാലയത്തിൽ ആക്റ്റീവായിരിക്കാം, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ആക്റ്റീവായിരിക്കാം, നമ്മൾ സാധിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ അവന്യൂസിലും നമ്മൾ ആക്റ്റീവായിരിക്കാം. മേക്ക് എ ചെക്ക്. At the end of the day, the ultimate motive of all these engagements is to make a name for yourself. Then your spirituality is a tower spirituality. It's a tower spirituality. Because you make a claim before Lord, if I wish, I can reach up to you. ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് നിന്റെ അടുത്ത് വരാം. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത്, യാക്കോബിനോട് പറയുന്നത്, യാക്കോബേ, നീ അങ്ങനെ ചിന്തിച്ചിരുന്നു. By your deceptive character, by your shrewdness, by your cunningness, but by your special talent of manipulative capacity, you felt that you can dictate and you can control life as you wish. നിന്റെ ജീവിതത്തിന്റെ താലന്ത് കൊണ്ട്, നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ചാതുര്യങ്ങൾ കൊണ്ട് ജീവിതം കൈക്കുമ്പിളിൽ, കൈവരൽ ഫിംഗർ ടിപ്സിൽ നിർത്താം എന്നൊരു ചിന്ത നിനക്കുണ്ടായിരുന്നു. റിലയൻസിന്റെ ഒരു പരസ്യത്തിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, കർലോ ദുനിയ മുട്ടിമേ.
ലോകത്തെ കൈക്കുമ്പിളിൽ പിടിക്കുകയാണ്. ഇഫ് ഐ വിഷ് ഐ ക്യാൻ ഗ്രാബ് ദ വേൾഡ്. ലോകത്തെ കൈക്കുമ്പിളിൽ പിടിക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഈഗോയാണ്. This is EGO. What is EGO? Ego. Edging God out. Edging God out from your life. ജീവിതത്തിൽ നിന്നും ദൈവത്തെ വലിച്ചെറിഞ്ഞ് കളയുന്നതിന്റെ സ്വഭാവത്തിന്റെ രോഗത്തിന്റെ പേരാണ് ഈഗോ. ഈഗോ. കർത്താവിൽ പ്രിയരെ, God is inviting Jacob to slowly make a move from this tower spirituality to ladder spirituality. ഇവിടെ നമ്മൾ കാണുന്നത് angels ascending and descending on the ladder. കോവേണിയിൽ കയറുകയും ഇറങ്ങുകയും അന്നേരം മനുഷ്യന്റെ പ്രാർത്ഥനയുമായി ഉയരങ്ങളിലേക്ക് പോകുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി താഴേക്ക് ഇറങ്ങി വരികയും ascending and descending, ascending and descending, carrying prayer, bringing answer, carrying prayer, bringing answer. This is the social order of heaven. ഇത് സ്വർഗത്തിന്റെ ഒരു ക്രമീകരണമാണ്. ഇത് സ്വർഗത്തിന്റെ ഒരു ക്രമീകരണമാണ്. This is the ladder spirituality. This is the ladder spirituality. And ultimately, when we connect this passage with New Testament, this ladder is Jesus himself. ഈ കോവണി യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ നഥനയേലിനോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. നഥനയേൽ പറഞ്ഞു, നീ എന്നെ അറിഞ്ഞുവല്ലോ, നീ സാക്ഷാൽ മശിഹയാകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നഥനയേലിനോട് യേശു പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ മേൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു നീ കാണും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് നഥനയേലിനോട് പറയാ. സോ ജീസസ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. ടവർ ഓഫ് ബാബേലിൽ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഗോപുരം, ഈഗോ, എഡ്ജിങ് ഗോഡ് ഔട്ട് കാണുന്നു എങ്കിൽ ഈ കാൽവറിയിൽ നമ്മൾ കാണുന്നത് ബ്രിങ്ങിങ് എ ബ്രിഡ്ജ് ദാറ്റ് ലാൻഡ്സ് ടു ദി എർത്ത്. ഈ സ്വർഗത്തെ ഭൂമിയോട് ചുംബിക്കുന്ന ഒരു കോവേണി കാണുന്നു. ആൻഡ് ജീസസ് ഈസ് ദാറ്റ് ലാഡർ. യേശുവാണ് ആ ലാഡർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലാഡറിലേക്ക് ക്ഷണിക്കുമ്പോൾ യാക്കോബിനോട് ദൈവനമ്പുരാൻ പറയുന്ന കുറച്ച് താഴെയുള്ള വാക്കുകൾ, 3-fold promises. ഞാൻ അതിൽ പറയാൻ സമയമെടുക്കുന്നില്ല. 3-fold promises. Promise of presence, promise of protection and promise of prosperity. Promise of presence, promise of protection and promise of prosperity. അതിന് ഞാൻ മുമ്പ് വായിച്ച വാക്കുകൾക്ക് താഴെയുള്ള വാക്ക്, അതായത് 14, 15, 16 വാക്യങ്ങൾ, അതിന്മീതെ യഹോവ അന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. കർത്താവിൽ പ്രിയരെ, ഈ ടവർ സ്പിരിച്വാലിറ്റിയിൽ നിന്നും ലാഡർ സ്പിരിച്വാലിറ്റിയിലേക്ക് നീങ്ങുമ്പോൾ വെറുതെ ദൈവനമ്പുരാൻ വിളിക്കുകയല്ല. ദൈവനമ്പുരാൻ പറയാണ്, നീ എവിടെ പോയാലും, wherever you go, my presence will go with you. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എവിടെ ചെന്നാലും ഞാൻ നിന്നെ സംരക്ഷിക്കും. You are sealed in my name. You are sealed in my name. What you bear is my signature on your forehead. നിന്റെ ശിരസിന്മേൽ എൻ്റെ കയ്യൊപ്പുണ്ട്. നീ എവിടെ ചെന്നാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മൂന്നാമത് പ്രോസ്പെരിറ്റി. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആകാശത്തിലെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൽ പ്രിയരെ, നമുക്കൊന്ന് ശാന്തമായി പരിശോധിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു സൺസെറ്റ്, അസ്തമയത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഐ എം റെഡി ടു മീറ്റ് യു. ഗോഡ് ഈസ് സെറ്റിംഗ് അപ്പ് എ സ്റ്റേജ് ഫോർ ഡിവൈൻ എൻകൗണ്ടർ. രണ്ടാമത് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് ടു ഹാവ് എ ചെക്ക്, ടു ഹാവ് എൻ ഓഡിറ്റ്. എവിടെയെങ്കിലും ഈ ടവർ സ്പിരിച്വാലിറ്റിയുടെ രോഗം, അതിൻ്റെ സിംറ്റംസ് എന്നെ ബാധിച്ചിട്ടുണ്ടോ? When I lead the Holy Communion, am I doing it for my name? When I preach the Word of God, am I showcasing my possibilities?
When you take a responsibility in the church, what is the ultimate purpose behind it? Do you want to showcase your talents, or do you want to raise the banner of the Lord? യേശു കർത്താവിന്റെ പേര് ഉയർത്താൻ വേണ്ടിയാണോ, അതോ ഇൻഫ്ലേറ്റഡ് ഈഗോസ് നമ്മളെ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളെ പിടിച്ചിരിക്കുന്ന ഒരു രോഗത്തിന് പറയുന്ന പേരാണ് ഇൻഫ്ലേറ്റഡ് ഈഗോസ്, ഊതി വീർപ്പിച്ച സ്വഭാവങ്ങൾ. God is asking us. യാക്കോബിനോട് പറയുകയാണ്, യാക്കോബേ, നിനക്ക് ഈ ടവർ സ്പിരിച്വാലിറ്റിയുടെ രോഗങ്ങളാണ്, എന്നാൽ കം ഡൗൺ ടു ദ ലാഡർ സ്പിരിച്വാലിറ്റി. 3, അതിനു മുമ്പ് ഒരു കൊച്ചുകാരോട് പറയാം. ഒരു ഗുരുവിന്റെ വളരെ പ്രഗത്ഭനായ ഒരു ഗുരുവാണ്. ഗുരുവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ച് 2 കൈയിലും പൂക്കളുമായിട്ട് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്തോട്ട് ചെന്നു. ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു പറഞ്ഞു, ഡ്രോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. ഉടനെ ശിഷ്യൻ ചിന്തിച്ചു, എൻ്റെ ഇടത്തെ കൈയിലെ പൂവ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, താഴെ ഇട്ടു. വീണ്ടും ഗുരു പറഞ്ഞു, ഡ്രോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. അവൻ വിചാരിച്ചു വലത്തെ കൈയിലെ പൂവ് ഇഷ്ടമല്ലായിരിക്കാം, അതും പറഞ്ഞു. എന്നിട്ട് ഓർത്തു, 2 പൂവ് ഇഷ്ടമല്ല, പിന്നെ എന്തുവാണ്, ഇനി എന്തോ ഞാൻ ചെയ്യണ്ടേ എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നോട്ട് ദ ഫ്ലവേഴ്സ് ബട്ട് യുവർ ഈഗോ. നിന്റെ കയ്യിലുള്ള പുഷ്പമല്ല, നിന്റെ മനസ്സിലുള്ള ഈ ഇൻഫ്ലേറ്റഡ് ഈഗോ, അതിനെ എറിഞ്ഞു കളയുക. ആൻഡ് ദെൻ യു ഫോളോ മീ. ഫസ്റ്റ് യു ലീവ് ഔട്ട് ദ ഈഗോ ആൻഡ് ദെൻ യു ഫോളോ മീ. അതിനുശേഷം എന്നെ തുടരുക. ഇത് തന്നെയാണ് എ മൂവ്മെന്റ് ഫ്രം ടവർ സ്പിരിച്വാലിറ്റി ടു ലാഡർ സ്പിരിച്വാലിറ്റി. 3, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ പ്രതികരണം. Now we are coming to the final part of the sermon. അതിന്റെ അവസാനം എനിക്കിപ്പോൾ പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പ്രസംഗം അവസാനിക്കാൻ പോകുന്നു. അത്രയും കുറച്ചു പേരോടൊന്ന് സന്തോഷമാകും. ലാസ്റ്റ് ഭാഗമാണ്. എങ്ങനെയാണ് യാക്കോബ് ഇതിനോട് പ്രതികരിക്കുന്നത്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം സൺസെറ്റിൽ ഇറങ്ങി വരുന്നു. ആൻഡ് ഗോഡ് ഈസ് placing Jacob in a different premise, inviting him to travel from tower to a ladder, and it is intriguing to find out how Jacob responds to it. എങ്ങനെയാണ് യാക്കോബ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കുക. Verse 16, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. Then Jacob awoke from his sleep and said, surely the Lord is in this place, and I did not know it. And he was afraid and said, how awesome is this place! This is none other than the house of God, and this is the gate of heaven. നോക്കിയേ, കാഴ്ചപ്പാടുകൾ മറന്നുണ്ടോ? എന്ത് രസമാണ് നോക്കിയേ. അന്നേരം see, Jacob had a revelation, isn't it? അല്ലേ? യാക്കോബിന് ഒരു വെളിപ്പാട്. This is not merely an image. This is not merely a story. This is a revelation. യാക്കോബിന് ഒരു റെവലേഷൻ. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അല്ല, തിയോളജിക്കൽ ലാംഗ്വേജിൽ തിയോഫനി എന്ന് പറയും. തിയോഫനി, ഗോഡ് എൻകൗണ്ടർ. ആൻഡ് ഹൗ ജേക്കബ് റെസ്പോൺസ് ടു ദാറ്റ് തിയോഫനി, ഹൗ ജേക്കബ് റെസ്പോൺസ് ടു ദാറ്റ് വർഷിപ്പ്. ജേക്കബ് ഈസ് പ്രിപ്പയറിംഗ് ഹിംസെൽഫ് ടു ഇമേഴ്സ് ഇൻ എ വർഷിപ്പ്. ഒരു ആരാധനയ്ക്ക് വേണ്ടി യാക്കോബ് ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് യാക്കോബ് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയത്? അതുകൊണ്ട് 3-ാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വർഷിപ്പ് ആസ് എ ക്രിയേറ്റീവ് റെസ്പോൺസ് ടു ദ റെവലേഷൻ. വർഷിപ്പ് ആസ് എ ക്രിയേറ്റീവ് റെസ്പോൺസ് ടു ദ റെവലേഷൻ. ഒന്ന് ഓർത്തു നോക്കിക്കേ. എനിക്ക് ഏറ്റവും സുന്ദരമായി തോന്നിയ ഒരു കാര്യം, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം, ഈ സ്ഥലം എത്ര ഭയങ്കരം. ഞാൻ ആദ്യം വായിച്ചത് എന്താണ്? Jacob landed at a certain place, a place which has no name. പേരില്ലാത്ത ഒരു സ്ഥലം, മേൽവിലാസമില്ലാത്ത ഒരു സ്ഥലം, പ്രത്യേകമായി പറയാൻ യാതൊന്നും ഒരു പോർട്രേറ്റ്സും ഇല്ലാത്തൊരു സ്ഥലം. എന്നാൽ ഇപ്പോൾ യാക്കോബ് പറയാണ്, ഈ സ്ഥലം, how awesome is this place. This is none other than the house of the Lord. ഇത് ദൈവത്തിന്റെ വീടാണ്. ഒന്നിനു പറയും, this is the gateway, this is the stairway to heaven. ഇത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. കർത്താവിൽ പ്രിയരെ, കാഴ്ചപ്പാട് മാറിയുണ്ടോ?
അവിടെ പള്ളിയില്ല, അവിടെ പട്ടക്കാരനില്ല, അവിടെ ബിഷപ്പില്ല, അവിടെ പ്രീച്ചറില്ല, അവിടെ ഗായക സംഘമില്ല, അവിടെ ഒന്നുമില്ല, കൈസ്ഥാന സമിതിയില്ല, എക്സിക്യൂട്ടീവ് ഒന്നുമില്ല. അവിടെ ഒരു ക്രമീകരണവും ഇല്ല. ഒരു തരിശ് ഭൂമി, an isolated land, a forgotten land, a alienated land outside the city walls. എന്നാൽ യാക്കോബ് പറയാണ്, എന്ത് സുന്ദരമായ സ്ഥലം, how beautiful is this place, how awesome is this place, and this is the stairway to heaven. ഇത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് യാക്കോബ് പറയുകയാണ്. എന്തെന്നറിയാമോ? He really experienced the presence of the Lord. He is caught by the love of the Lord. ദൈവത്തിന്റെ സ്നേഹത്താൽ യാക്കോബ് പിടിക്കപ്പെട്ടു. യാക്കോബ് വിചാരിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വനത്തിലേക്കാണ് ഇറങ്ങുന്നത്, ഞാൻ മരുഭൂമിയിലേക്കാണ് ഇറങ്ങുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ യാക്കോബ് മനസ്സിലായി, ഞാൻ മരുഭൂമിയിലുമല്ല, ഞാൻ വനത്തിലുമല്ല, ഞാൻ വന്നു ചേർന്നിരിക്കുന്നത് എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ മാർവിങ്കിലേക്കാണ് എന്ന് യാക്കോബ് തിരിച്ചറിയാൻ. And he is enjoying it. He is enjoying it. യാക്കോബ് അത് സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ജേക്കബ് went to sleep as a fugitive, but he woke up as a worshipper. He went as a fugitive, but he woke up as a worshipper. He lay down in fear, but he rose up in faith. കർത്താവിൽ പ്രിയരെ, ഈ ഒരു ഉണർവ്, യാക്കോബ് ഉറങ്ങി ഉണർന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ഓരോ അംഗങ്ങളും, ഈ പ്രസംഗിക്കുന്ന അച്ഛൻ ഉൾപ്പെടെ ഓരോ അംഗങ്ങളും യാക്കോബ് ഉറങ്ങി എഴുന്നേറ്റതുപോലെ എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ദേവാലയം? Temple is not merely man's construction. This is temple not because it is consecrated by the anointed ones. This is Lord's house because Lord is here. ദൈവം ഇവിടെ ഉള്ളത് കൊണ്ടും ഇവിടെ നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നാം ദൈവത്തെ കണ്ടുമുട്ടുന്നതും കൊണ്ട്, it is because we encounter with the Lord every time when we come to the worship. That is exactly the reason why we call this as the house of the Lord. We call it as the gateway of the Lord. We call it as the stairway to the heaven. നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ദേവാലയത്തിൽ നമുക്കൊന്ന് വരാൻ പറ്റുമോ? അടുത്ത ദിവസം ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറ്റും. കർത്താവേ, ഞാൻ നാളെ ബ്രിസ്റ്റൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോവുക, എന്നെ ഒന്ന് കാണാൻ നീ അവിടെ വരണേ. When I come there in the temple, will you be there to meet me? എന്നെ ഒന്ന് കാണാൻ നീ അവിടെ കാണുമോ? അല്ല, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പ്രാർത്ഥിച്ചിട്ട് ദേവാലയത്തിൽ വരുന്ന എത്ര ആളുകളുണ്ട് എന്നൊന്ന് ശാന്തമായി പരിശോധിക്കുന്നത് നല്ലതാണ്. ദേവാലയം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് മാത്രമല്ല കർത്താവിൽ പ്രിയരെ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എൻകൗണ്ടർ. അത് അഭിമുഖീകരണത്തിന്റെ സമയമാണ്, സ്ഥലമാണ് എന്ന് ഓർക്കുക. എന്നിട്ട് ഇനിയും യാക്കോബ് ചെയ്തത് ഓർത്തേ. 18-ാമത്തെ വാക്യം നിങ്ങൾ ബൈബിൾ നോക്കണേ, മറക്കല്ലേ. So early in the morning, Jacob took the stone that he had put under his head and set it up for a pillar and poured oil on the top of it. 3 കാര്യങ്ങൾ യാക്കോബ് അവിടെ ചെയ്യുകയാണ്. പെട്ടെന്ന് പറയാം. 1, commemorating the Lord. Commemorating the Lord. അവൻ യാക്കോബ് ദൈവത്തെ ഓർക്കാനായി, he wants to remember Lord forever. അവൻ ദൈവത്തെ ഇനിയുമുള്ള എല്ലാ അനുഭവങ്ങളിലും ഓർക്കുവാനായിട്ടുള്ള ഒരു ശ്രമം അവൻ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. എന്ന് കമമറേറ്റിംഗ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ, ഈ ഒരു വലിയ സന്തോഷത്തെ നമ്മൾ ഓർക്കുക എന്ന് പറയുമ്പോൾ, പ്ലേസിംഗ് യുവർ ലൈഫ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് മെമ്മറി എന്നുള്ളതാണ്. പ്ലേസിംഗ് യുവർ ലൈഫ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് മെമ്മറി. ദൈവം നമുക്ക് വേണ്ടി നൽകിയ ആ ഒരു വലിയ സന്തോഷത്തിന്റെ മേൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വെക്കുന്നതിന് പകരം പറയുന്ന പേരാണ് കമമറേറ്റിംഗ് ദ ലോർഡ്. യാക്കോബ്
അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ കല്ലെടുത്തു. നമുക്കറിയാം, മുമ്പേ കണ്ട പരിവരുത്ത കല്ലാണ് കേട്ടോ. ആ കല്ല് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന ഓർമ്മയുള്ള കല്ലാണ്. തള്ളപ്പെട്ടവനായി, ഓടിപ്പോകേണ്ടവനായി, പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്റ്റോണാണ്, ഒരു മെമ്മറിയാണ്. ഈ മെമ്മറി അദ്ദേഹത്തിന് വളരെ പെയിൻഫുൾ മെമ്മറിയായി. എന്നാൽ ആ പെയിൻഫുൾ മെമ്മറിയായ സ്റ്റോൺ എടുത്തിട്ട് അവൻ ഓയിൽ ഒഴിച്ച് അവൻ അതിനെ ഒരു വർഷിപ്പ് സെന്റർ ആക്കി കാണുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ദിസ് മെമ്മറി ഓൾവേസ് സിഗ്നിഫൈസ് ആൻഡ് സൈൻ പോസ്റ്റ് God has encountered in my life. God was gracious enough to give me a revelation in my life. എന്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാട് തരുവാൻ തക്കവണ്ണം ദൈവം മനസ്സായി എന്ന് ഓർക്കുവാൻ കർത്താവിൽ പ്രിയരെ യാക്കോബ് അന്ന് രാത്രികാലം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഇതുപോലുള്ള ഓർമ്മകൾ, മെമ്മറീസ്, ടെസ്റ്റിമണീസ്, ഓൾട്ടർ is made on top of these memories and testimonies. Altar is made on the top of these memories and testimonies. ഈ ഓർമ്മകളിന്മേലും ഈ സാക്ഷ്യത്തിന്റെ മേലുമാണ് ആരാധന ഉയരേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ബോറിംഗ് ആയി പോകുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും എൻഗേജ് ചെയ്യാൻ പറ്റാത്തത്. ചില ഓർമ്മകളിന്മേലും ചില സാക്ഷ്യത്തിന്റെ മേലും നാം വന്നിരുന്ന് ആരാധിക്കുമ്പോൾ എത്ര സമയം ആരാധിക്കും നമ്മൾ അറിയത്തില്ല. എങ്ങനെയാണ് ആരാധന പോകുന്നത് നമ്മൾ അറിയത്തില്ല. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? കാരണം ഇറ്റ് ഈസ് നോട്ട് മീ, ബട്ട് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹു ഈസ് ഗൈഡിങ് മീ. ഞാനല്ല എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവാണ്. ബിക്കോസ് I am laying on top of that memory and top of that testimony, and I am shaping my altar on top of it. ഒരു മേശയുടെ മേലല്ല ഈ ഓൾട്ടർ വെക്കുന്നത്, ഈ ഓർമ്മയുടെ മേലാണ്, ഈ സാക്ഷ്യത്തിന്റെ മേലാണ് എന്റെ യാഗപീഠം നിൽക്കുന്നത്. യാക്കോബ് പറയാൻ ശ്രമിക്കുന്നത്, ആ കല്ലിനെ എടുത്ത് അഭിഷേകം ചെയ്തിട്ട് പറയാണ്, എന്റെ മെമ്മറിയാണിത്, എന്റെ ടെസ്റ്റിമണിയാണിത്, ഇതിന്റെ മേൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. രണ്ട് ഒരു റെസല്യൂഷനാണ് യാക്കോബ് എടുക്കുന്നത്. യാക്കോബ് പറയാണ്, മൈ ഗോഡ് വിൽ ബി മൈ ലോർഡ്. ഇനി മുതൽ എൻ്റെ ദൈവം എൻ്റെ കർത്താവാണ്. വളരെ ആഴമുള്ളൊരു കാര്യം പറയുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. മൈ ഗോഡ് ഇസ് മൈ ലോർഡ് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ I will say it's very, very adventurous. It's very adventurous to say, my God is my Lord. എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവ് എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള ധൈര്യം, അതിനൊരു ധൈര്യം വേണം കേട്ടോ. കാരണം if you say that your God is the Lord, then you are not the Lord of your life. നമ്മൾ എന്ന് പറയുന്നോ എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you are leaving your ownership of life to him. ഇനി മുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരധികാരവുമില്ല. ഇനിയും എന്നിൽ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. I am not the driver. I am just sitting along with him and he is taking me wherever he wish. അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. He takes a resolution. ഒരു തീരുമാനമെടുക്കുകയാണ്. From now onwards, my God will be my Lord. എൻ്റെ കർത്താവായിരിക്കും എൻ്റെ ദൈവം. ഒരു കാര്യം കൂടെ, 22 ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. And all of that you give me, I will give a full tenth to you. കർത്താവിൽ പ്രിയരെ, ഇത് ഓർക്കണം. ജേക്കബ് offers tithe even before the law of Moses states about it. Jacob offers tithe even before the law of Moses states about it. മോശയിലൂടെ ലഭിച്ച ടൈത്ത് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ ധർമ്മം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ യാക്കോബ് ആദ്യമായി പറയുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ സമ്പത്തിന്റെ 10 എൻ്റെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് യാക്കോബ് പറയാൻ ശ്രമിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, വെറും കൈയായി വരുന്ന ആരാധന അല്ല. നമ്മൾ
തിരുസന്നദ്ധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ, ഓരോ സമയത്തും ആരാധിക്കാൻ വരുമ്പോൾ ഒന്ന് ശാന്തമായി ചോദിക്കണം, ഇന്ന് ഞാൻ ദൈവസന്നദ്ധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ എന്ത് പെയിനാണ് ഞാൻ അതിനു വേണ്ടി എടുത്തത്? കാരണം we are here to commemorate the life of a person who gave his life, who broke his life for us. സ്വന്തം ശരീരം നമുക്ക് വേണ്ടി നുറുക്കി നൽകിയ ആ ഒരു വലിയ ഓർമ്മയെ ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് പെയിനാണ് എടുത്തിരിക്കുന്നത്? നമുക്കുള്ള പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരിക എന്നുള്ളതാണ്. ഉറങ്ങി വീഴുക, ബോറടിച്ച് കഷ്ടപ്പെടുക, പള്ളിയിൽ വരാൻ ഉള്ള പാട്, ഇതൊക്കെയാണ് ആരാധിക്കാൻ പോകാനുള്ള പാട്. കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ട് പോകണം, എന്തൊരു കഷ്ടമാണെന്നറിയാം. അച്ഛൻ ഇതൊന്നും അറിയത്തില്ലല്ലോ, അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ പള്ളിയിൽ പോയിരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ വളരെ രസകരമായി പറയാം. പക്ഷേ വേദന സഹിക്കാത്ത ആരാധനയല്ല എന്ന് ചിന്തിക്കുന്നു. യാക്കോബ് പറയുന്നു, ഇനി മുതൽ എൻ്റെ ധനത്തിൻ്റെ ചൈത്ത് എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാണ് എന്ന് ഓർക്കുക. കർത്താവിൽ പ്രിയരെ, ഇവിടെ വളരെ സുന്ദരമാണ് ഈ കാഴ്ച. എന്താണെന്നറിയാവോ? ഇവിടെ ദേവാലയമില്ല, ബിഷപ്പില്ല, പട്ടക്കാരനില്ല, ഇവിടെ ആരാധനയ്ക്കുള്ള യാതൊരു ക്രമീകരണവുമില്ല. പക്ഷെങ്കിൽ ജേക്കബ് ഈസ് ഫൈൻഡിങ് എ സൊളൈസ്. ജേക്കബ് ഈസ് ഫൈൻഡിങ് സം ബ്യൂട്ടിഫുൾ ടൈം, സം ഓസം ടൈം ടു എക്സ്പീരിയൻസ് ദ മഗ്നാനിമിറ്റി ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഒരു വലിയ സാമീപ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും അടുത്തറിയുവാൻ തക്കവണ്ണം യാക്കോബിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വെളിപ്പാടിനോട് യാക്കോബ് പ്രതികരിക്കുന്നത് ബൈ വർഷിപ്പിംഗ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ യാക്കോബ് പ്രതികരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു കോണ്ടിനെന്റിൽ സുവിശേഷ വേലയ്ക്ക് പോയൊരു മിഷണറി, ആ മിഷണറി താൻ പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ പ്രയാസങ്ങൾ അവധിക്കാലത്ത് തൻ്റെ ഹോം പാരിഷിൽ വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഞാൻ വർക്ക് ചെയ്യുന്ന കോണ്ടിനെന്റിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടേ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, പ്ലീസ് ഡു ദാറ്റ്, യു ക്യാൻ ഷെയർ ദി സെർമൺ ആസ് വെൽ. അന്നേരം ഈ മിഷണറി ആരാധനയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന കോണ്ടിനെന്റിലെ ക്രിസ്തീയ വേലയും അവിടെയുള്ള ചാലഞ്ചസും, പ്രത്യേകിച്ച് അദ്ദേഹം അവിടെ ഈ മെഡിസിൻ്റെ സ്കേഴ്സിറ്റി, ഡോക്ടേഴ്സിന്റെ സ്കേഴ്സിറ്റി കൊണ്ട് മരിച്ചു വീഴുന്ന ആളുകൾ, പൊവേർട്ടി, ഇലിറ്ററസി, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ സെർമണിൽ അദ്ദേഹം സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹം അടുത്ത കപ്പലിൽ തിരിച്ച് ആ മിഷൻ ഫീൽഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പള്ളിയിലുള്ള ആളുകൾ എല്ലാവരും ഓരോ ബോക്സ് കൊണ്ടുവന്നു. ആ പോട്ടിൽ വെച്ചു. അതിന് പള്ളിയിലുള്ള എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഓരോരുത്തരും ഓരോ ബോക്സ് വെച്ചു. എന്നിട്ട് ഈ ബോക്സ് വെച്ചിട്ട് ഓരോരുത്തർ പറയാണ്, ഈ ബോക്സ് ഞാൻ കൊണ്ടുവന്നതാണ്, അണ്ട ഗ്രീൻ റാപ്പർ ഉള്ള ബോക്സ് ഞാൻ കൊണ്ടുവന്നതാണ്, അണ്ട റെഡ് റാപ്പർ ഉള്ളത് ഞാൻ കൊണ്ടുവന്നതാണ്. ഓരോരുത്തരും ഓരോരു കൊണ്ടുവന്ന ഈ ബോക്സിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഒരാൾക്ക് പറയാനൊന്നുമില്ല. അന്നേരം പള്ളിക്കാർ ചോദിച്ചു, അത് മർത്തോമ പള്ളിയാണെന്നാ തോന്നുന്നത്, പള്ളിക്കാർ ചോദിച്ചു, നിനക്കൊന്നും ഇല്ലയോ കൊടുക്കാൻ? നീ ഒന്നും കൊണ്ടുവന്നില്ലേ കൊടുക്കാൻ? ഉടനെ ഈ മനുഷ്യൻ ശാന്തമായിട്ട് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ആരാധനയിൽ ഈ മിഷണറി തൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യേ ഡോക്ടേഴ്സ് ഇല്ലാതെ, മരുന്നില്ല, മെഡിസിൻ ഇല്ലാതെ മരിച്ചു വീഴുന്ന ആളുകളുടെ അനുഭവങ്ങളെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് എൻ്റെ മകൾ, എനിക്കുള്ള ഏക മകൾ, 1 and only daughter, എൻ്റെ മകൾ മെഡിസിൻ പൂർത്തീകരിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഞാൻ അവളോട് ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. താണ്ട് ആ കപ്പലിൽ മിഷണറിയുടെ കൂടി ഇരിക്കുന്ന ഒരു പെൺകൊച്ചുണ്ടല്ലോ, അത് എൻ്റെ മകളാണ്. ദാറ്റ് ഈസ് മൈ ഡോട്ടർ. പള്ളിക്കാർക്ക് അതിനുശേഷം മിണ്ടാൻ ഒന്നുമില്ല. അവർ ശാന്തമായി പിരിഞ്ഞുപോയി എന്ന സംഭവം പറയുകയാണ്. കർത്താവിൽ പ്രിയരെ, ദൈവ അഭിമുഖീകരണം ഉണ്ടാകുമ്പോൾ, when the divine encounter happens, there ought to be a transformative experience. ദൈവം നമ്മളെ കണ്ടുമുട്ടി കഴിയുമ്പോൾ, ദൈവം നമ്മളോട് ഇടപെട്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നാം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രൂപാന്തര അനുഭവത്തിൽ ജീവിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ അവസാന സംഭവത്തിൽ ഈ മനുഷ്യൻ, ആ അപ്പൻ മകളെ അയക്കുന്നതിൻ്റെ വേദനയുണ്ട്. ആ അപ്പൻ അവിടെ അനുഭവിക്കുന്നത് പ്രാണവേദനയാണ്. ഒറ്റ മകൾ, എത്ര പണം കൊടുത്തായിരിക്കാം ആ മകളെ MBBS പഠിപ്പിച്ചത്,
എല്ലാം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ച ഫസ്റ്റ് ഇയർ. എന്നാൽ ആ മിഷണറി ദൈവത്തിന്റെ വേലയെ പറ്റിയുള്ള കാര്യം പറഞ്ഞപ്പോൾ സ്വന്തം മകളെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു അപ്പന്റെ ഹൃദയം, ദാറ്റ് ഈസ് ട്രാൻസ്ഫർമേഷൻ. യാക്കോബ് ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. കർത്താവിൽ പ്രിയരെ, if you are convinced that you are caught by the love of the Lord, if you are convinced that you are called by the commissioning of the Lord, you are called by the anointing of the Lord, God is inviting us to a transformative experience. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മളെ തന്നെ ശാന്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഞാൻ ഒരു ചതഞ്ഞ ഓടയായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ഞാൻ കെട്ടുപോയ ഒരു തിരിയായിരിക്കാം, കർത്താവ് ഒരു പുകയായി തീർന്ന ഒരു തിരിയായിരിക്കാം, എല്ലാവരും എഴുതിത്തള്ളിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രികാലം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഈ രാത്രി ഒരുക്കുകയാണ്. ഐ എം സെറ്റിംഗ് എ സ്റ്റേജ് ഫോർ എ ഡിവൈൻ എൻകൗണ്ടർ. നിന്നെ കാണാനും നിന്നോട് കൂടെ ചേർന്നുള്ള ഒരു പുതിയ യാത്രയ്ക്കും. ഒരു രാത്രിയിൽ തീരുന്ന യാത്രയല്ല. ദിസ് ഇസ് നോട്ട് merely a one-time experience. This is an ongoing experience. This is an everlasting experience. This journey will lead you to eternity. നിന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഒരു ദിവസത്തേക്കല്ല, ഒരാഴ്ചത്തേക്കല്ല, ഒരു സീസണിലേക്കല്ല, ഒരു കാലഘട്ടത്തിലേക്കല്ല, ഒരു വർഷങ്ങളിലേക്കല്ല, എന്നാൽ നിത്യതയോളം പൊങ്ങി വരുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നീ ഒരു ചതഞ്ഞ ഓടയാണ്, നീ കർത്താവെ ഒരു പുകയായി തീർന്ന തിരിയാണ് എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രിയിൽ പറയുന്നു, ഒരിക്കലും ആ ചതഞ്ഞ ഓട കർത്താവ് ഒടിച്ചു കളയുകയില്ല. പുകയുന്ന തിരി കർത്താവ് കെടുത്തി കളയുകയില്ല. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആ രൂപാന്തരത്തിന് അനുഭവത്തിനായി ക്ഷണിക്കുകയാണ്. ശാന്തമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പറയാം, ദിസ് ഇസ് ബഥേൽ. ഇത് ബഥേലാണ്. കാരണം ഞാൻ ദൈവം തമ്പുരാനെ കണ്ടിരിക്കുന്നു. ഐ മെറ്റ് ദ ലോർഡ്. നമുക്ക് പറയാം, ദിസ് ഇസ് ബഥേൽ. നമുക്കൊരു ബഥേൽ എക്സ്പീരിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു ബഥേൽ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ സൺസെറ്റ് എക്സ്പീരിയൻസ്, ആ സൺസെറ്റ് എക്സ്പീരിയൻസിൽ നിന്നും ഒരു പുതിയ റീസെറ്റിംഗ് എക്സ്പീരിയൻസിലേക്ക് നീ എന്നെ വിളിക്കണമേ. കർത്താവെ, ഒരു ടവർ സ്പിരിച്വാലിറ്റിയിൽ നിന്നും ഒരു ലാഡർ സ്പിരിച്വാലിറ്റിയിലേക്ക് നീ എന്നെ നയിക്കണമേ. കർത്താവെ, ഒരു മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് വർഷിപ്പിൽ നിന്നും എ കൈൻഡ് ഓഫ് ഇമേഴ്സ് എക്സ്പീരിയൻസ് ഓഫ് വർഷിപ്പ്, ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എണ്ണ പൂശി അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കമമറേഷൻ ആൻഡ് റെസല്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ടൈറ്റ് ഡിസിഷൻ ആൻഡ് കമമറേഷൻ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള സജീവമായിട്ടുള്ള ആരാധന, ആ ഒരു ആരാധന എക്സ്പീരിയൻസ് നൽകി രൂപാന്തരത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചേർന്നറിയാവുന്ന ഒരു പാട്ടിന്റെ ഈരടികൾ പാടി നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞതമോട, കെടുത്തുകില്ലവൻ തിരി പുകവമിക്കുകിലും, നടത്തും താൻ വീതി ജയം ലഭിക്കും നാൾ വരെയും, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു, നിർത്തും തൻ മഹിമയിൽ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണതയോടെ ഭവിക്കട്ടെ മഹത്വം അവനെന്നുമാമൻ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. ദൈവത്തിന് സ്തോത്രം.